ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോടും വിശുദ്ധ ഔസേപ്പ് പിതാവിനോടും സകല വിശുദ്ധരോടും സകല മാലാഖമാരോടും ചേർന്ന് നമ്മുടെ പിതാവായ ദൈവത്തെ അവിടുത്തെ അനന്തമായ കാരുണ്യത്തെ പ്രതി നമുക്ക് ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. പ്രിയമുള്ളവരെ, വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പ് 289 സന്ദേശം. നീ അകാരണമായി കുറ്റപ്പെടുത്തപ്പെടുമ്പോൾ അസ്വസ്ഥയാകരുത്. നിന്നോടുള്ള സ്നേഹത്തെ പ്രതി ഈ സഹനത്തിൻ്റെ കാസ ഞാൻ തന്നെ ആദ്യം കുടിച്ചതാണ്. ഈശോ ഇപ്രകാരം വിശുദ്ധ ഫൗസ്റ്റീനയോട് പറയുകയാണ്, അകാരണമായിട്ട് നീ കുറ്റപ്പെടുത്തപ്പെടുമ്പോൾ അസ്വസ്ഥരാകരുത്. പകരം നീ ഇത് ഓർമ്മിക്കുക, നിന്നോടുള്ള സ്നേഹത്തെ പ്രതി ഈ സഹനത്തിൻ്റെ കാസ ഞാൻ ആദ്യമേ കുടിച്ചതാണ്. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ പരിത്യജിച്ച് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് ഈശോ പറയുമ്പോൾ, നമ്മൾ കടന്നു പോകുന്ന ഏത് സഹനത്തിനും മുൻപേ കടന്നുപോയവനും ആ വഴിയിൽ അതിൻ്റെ ഭാരവും അതിൻ്റെ വേദനയും അതിൻ്റെ സഹനവും അതിൻ്റെ ശിക്ഷയും ഏറ്റെടുത്തവനുമായിട്ടാണ് ഈശോ കടന്നു പോവുക. അതുകൊണ്ട് തന്നെ എന്നെ കൂടാതെ നിനക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന ഈശോയുടെ വചനം നമുക്ക് ഓർമ്മിക്കാം. ഒരു കുരിശ് വഹിക്കാനുള്ള ശക്തി തരുന്നത്, ദൈവഹിതപ്രകാരമുള്ള കുരിശ് വഹിക്കാനായിട്ട് വിശുദ്ധീകരണത്തിൻ്റെ പദ്ധതികൾ ഒരുക്കുന്നതും ദൈവത്തിൻ്റെ കരുണ തന്നെയാണ്. ഈശോ തന്നെ അതിനുള്ള കൃപ നമുക്ക് തരുന്നതാണ്. അതുകൊണ്ട് അവനെ കൂടാതെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കുരിശും വഹിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഈശോ പറയുക, ഞാൻ ആദ്യമേ നിനക്ക് വേണ്ടി അത് വഹിച്ചതാണ്, നിനക്ക് വേണ്ടി അത് കുടിച്ചതാണ് എന്ന് നീ ഓർമ്മിക്കുക. അല്ലാതെ നമുക്ക് മാനുഷികമായിട്ടുള്ള വിശകലനങ്ങളിലേക്കും അവലോകനത്തിലേക്കും കാരണം കണ്ടെത്തലിലേക്കും ഒക്കെ കടന്നു പോകുമ്പോൾ നമുക്കൊരിക്കലും അത് സഹിക്കാൻ സാധിക്കുകയില്ല. എവിടുന്ന് സഹനം വരുന്നോ അതിന് പിന്നിൽ മനുഷ്യരുടെ തലകൾ എണ്ണുന്ന ഒരു പ്രവണത മനുഷ്യർക്കുണ്ട്. നമ്മൾക്ക് എവിടെ നിന്നാണോ സഹനം വരുന്നത് അതിൻ്റെ കാരണക്കാരാരാണ്, അതിൻ്റെ പിന്നിൽ ആരാണ്, അവരുടെ ലക്ഷ്യം എന്താണ്, എന്നെ മനഃപൂർവ്വം നശിപ്പിക്കാനാണ്, എന്നെ തകർക്കാനാണ്, അവർ കാരണമാണ് ഞാൻ സഹിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ആ സഹനത്തിന് അന്ത്യമില്ല, ആ സഹനത്തിന് അറുതിയില്ല. അതിനുള്ള ആകെ ഒരു അന്ത്യം എന്ന് പറയുന്നത് എൻ്റെ വെറുപ്പിലേക്കും നാശത്തിലേക്കുമുള്ള വീഴ്ച തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ സഹനങ്ങളിലൊക്കെ നിരാശപ്പെടാതെ, വെറുപ്പിലും വിദ്വേഷത്തിലും കണ്ണുകളെ അന്ധമാക്കാതെ കർത്താവിലേക്ക് നോക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. അവിടെ ഈശോ പറയുകയാണ്, എൻ്റെ മകനെ, എൻ്റെ മകളെ, ഞാനിത് ആദ്യമേ നിനക്ക് വേണ്ടി കുടിച്ചതാണ്. നീ നിശബ്ദയാവുക, ഞാൻ ആ ഭാരം ഏറ്റെടുക്കാം, നീ എന്നോട് ചേർന്ന് നിൽക്കുക. അപ്പോൾ നിൻ്റെ ഭാരം വഹിക്കാൻ എളുപ്പമുള്ളതും നിൻ്റെ ഭാരം ലഘുവും നിൻ്റെ കുരിശ് നിൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതുമായിട്ട് തീരുമെന്ന് ഈശോ നമ്മളെ ചേർത്ത് നിർത്തി നമ്മളോട് പറയുന്നത് നമുക്ക് കേൾക്കാനാകും, നമുക്ക് അനുഭവിക്കാനാവും, നമ്മുടെ സഹന വഴികളിലൊക്കെ നമുക്ക് വില കൊടുക്കാനാവും. വിശുദ്ധ ഫൗസ്റ്റീന സ്വീകരിച്ച ആ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കപ്പെടുന്നതിന് വേണ്ടി നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് അവിടുത്തെ തിരുഹിതത്തിന് സമർപ്പിക്കാം. ഈശോയോട് പറയാം, ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.